എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2089 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ സുജാത ആറാണ്. ഡോക്ടർ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ സുജാത നമുക്ക് സുപരിചിതയാണ്. നമുക്ക് പല ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞു. ഡോക്ടർ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. 35 വർഷത്തെ ചികിത്സാ പാരമ്പര്യം. നമുക്ക് വന്ധ്യത ചികിത്സയെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തു. അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന്. കൂടാതെ PCOD-യിൽ ഡോക്ടറുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. കൂടാതെ ഇന്നത്തെ ഈ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാൻ. ഡോക്ടറെ കോഹോസ്റ്റ് ആക്കാം. കോഹോസ്റ്റ് ആണ്. അപ്പൊ സ്ക്രീൻ ഷെയറിംഗ് ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് PCOS അനുഭവങ്ങൾ എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം അത് 1935 സ്റ്റീൻ ആൻഡ് ലിവെന്തൽ കണ്ടുപിടിച്ചതുകൊണ്ട് സ്റ്റീൻ ആൻഡ് ലിവെന്തൽ സിൻഡ്രോം അതാണ് അതിൻ്റെ പേരായിരുന്നത്. പക്ഷേ ഇപ്പൊ അത് വീണ്ടും റീനെയിം ചെയ്തു, PMOS. ഈ മെയ് 26-ലാണ് PCOS റീനെയിം ചെയ്തത്. അത് റീനെയിം ചെയ്ത പേര് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് വളരെയധികം ആവശ്യമായിരുന്നു എന്ന്. കാരണം പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം. അപ്പൊ നമുക്കറിയാം അതിൽ നിന്ന് തന്നെ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ പല പല എൻഡോക്രൈൻസ് അതുപോലെ മെറ്റബോളിസം ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഓവറിയുടെ സിൻഡ്രോം ആക്കി അതിനെടുത്തിരിക്കുകയാണ്. അതായത് മൾട്ടിപ്പിൾ ഹോർമോൺ പാത്വേസ്, അതായത് ഒന്നിലധികം ഹോർമോൺ പാത്വേസ് അതില് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആൻഡ്രോജൻ, ഇൻസുലിൻ, അതുപോലെ ഓവേറിയൻ ഫങ്ഷൻ. അപ്പോൾ വെറും ഒരു ഓവേറിയൻ സിസ്റ്റം മാത്രമല്ല, അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഡിഫൈൻ ചെയ്തത്. അപ്പൊ നമുക്കറിയാം ഈ PMOS എന്ന് പറയുന്നത്, ഞാൻ ഇന്നൊരു വേറിട്ട വഴി കൂടെ ഒന്ന് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. കാരണം ഇതില് ഞാൻ പറഞ്ഞു എൻഡോക്രൈൻ കോസസ് ഒരുപാടുണ്ട്, മെറ്റബോളിക് പ്രോബ്ലംസും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഓരോന്നും പാത്തോളജി ആൻഡ് കോസ് അത് വെച്ചിട്ട് നമുക്ക് മെഡിസിൻ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നുള്ള എൻ്റെ അനുഭവങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫിസിയോളജി അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും അതിൻ്റെ ഒരു ഏകദേശം ഒരു ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ 1:8, അതായത് 1 in 8 വിമൻ ഗ്ലോബലി ആണ് കേട്ടോ. അങ്ങനെ ഇൻവോൾവിങ് കോംപ്ലക്സ് സിംറ്റംസ്. ഇതില് ഈ PMOSന്റെ കോംപ്ലക്സ് സിംറ്റംസ് വരുന്നത് 1:8 എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ നമുക്കറിയാം ഒരുപാട് കുട്ടികളെ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പേര് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്യുന്നത് വെയിറ്റ്, മെറ്റബോളിസം എലോങ് വിത്ത് മെന്റൽ ഹെൽത്ത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, മെന്റൽ ഹെൽത്ത്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഏതൊരു കേസ് വരുമ്പോഴും ഒന്നുകിൽ അമിനോറിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒബേസിറ്റി ആയിരിക്കാം, ഹെയർ സ്യൂട്ടിസം, പിന്നെ മെയിനായിട്ട് ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ. ഇതൊക്കെ കൊണ്ടാണ് പേഷ്യൻസ്, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ, അഡോളസെന്റ് ഏജ്, നിയറിങ് പ്യൂബർട്ടി, അവർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ ഇതില് ഈ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് പറയാം അൺപ്രഡിക്റ്റബിൾ ആണ്. ചില കേസിൽ ഹെവി ബ്ലീഡിങ് കുറേ നാൾ കണ്ടിന്യൂ ചെയ്യും, അതിന് ഹോർമോണൽ ടാബ്ലറ്റ്സോ പിൽസോ എടുക്കേണ്ടി വരും. ചിലപ്പോൾ പീരീഡ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വരും.
ഇങ്ങനെയുള്ള കേസുകളാണ് നമ്മളത് കൂടുതലായിട്ട് കാണാറുള്ളത്. അതില് കോസ് പറയണമെങ്കിൽ ഒരുപാട് കോസസ് ഉണ്ട്. എക്സസീവ് ആൻഡ്രോജൻ പ്രൊഡക്ഷൻ, നമുക്ക് ഓരോരോ കോസായിട്ട് അതിന്റെ ഹോമിയോപ്പതിക് അപ്രോച്ച് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ ഇൻസുലിൻ റിസപ്റ്റർ ജീൻ ഓർ ക്രോമസോം, അതും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്റെഗുലേഷൻ ഓഫ് ദി CYP11A ജീൻ, അങ്ങനെ ജീൻ പ്രോബ്ലം നമുക്കറിയാം. ഫാമിലി ഹിസ്റ്ററി, ജെനറ്റിക്സ് ഒക്കെ ഈ PMOSല് ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് ഓഫ് അതിൽ വരുന്നത് ഇറഗുലർ പീരീഡ്സ് ആണെങ്കിലും സ്റ്റേറ്റ് ഓഫ് അനോവുലേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് ലോങ് ടൈം നീണ്ടു നിൽക്കാം, ചിലപ്പോൾ കുറച്ചു കാലം, പിന്നെ വീണ്ടും നമ്മുടെ കൽക്കേരിയ കാർവ് പോലെ 3 months അമിനോറിയ ഫോളോഡ് ബൈ ബ്ലീഡിങ്, അങ്ങനെ നമുക്ക് വരാം. പിന്നെ ഒബേസിറ്റി നമുക്കറിയാം, മിക്കവാറും ഒരു 80% കേസിലും ഒബേസിറ്റി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തുകൊണ്ടാണ് ഒബേസിറ്റി വരുന്നത്? നമ്മുടെ ഫാറ്റി ടിഷ്യൂസ് എല്ലാം ഹോർമോണലി വളരെ ആക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യും? വളരെയധികം ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്ത് ഓവുലേഷനെ ആകെ ഡിസ്റപ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒബേസിറ്റി കൂടും. പിന്നെ ഞാൻ പറഞ്ഞു ഫാമിലി ഹിസ്റ്ററി, ജെനറ്റിക്സ്, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഡെഫിനിഷനിലെ എൻഡോക്രൈൻ എന്നുള്ളത് ഓവർ ആക്റ്റീവ് അഡ്രിനൽ ഗ്ലാൻസ്. അപ്പോൾ അഡ്രിനൽ ഗ്ലാൻസ് ഒരുപാട് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഈ ഓവുലേഷനൊക്കെ ഡിസ്റപ്റ്റഡ് ആവും. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. അതായത് ഇവർക്ക് ഹൈ ലെവൽസ് ഓഫ് ഇൻസുലിൻ ഇൻ ദെയർ ബ്ലഡ് ഓൾറെഡി ഉള്ളതുകൊണ്ട് അവരുടെ സെൽസ് എന്ത് ചെയ്യും? ഡു നോട്ട് റെസ്പോണ്ട് നോർമലായിട്ട് ഇൻസുലിന് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ളവരിൽ കൂടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് ഇതിന്റെ ഡയഗ്നോസിസ് വരുന്നത് സിംറ്റംസ് ആണ്. അതിന്റെ കൂടെ ഞാൻ മെഡിസിനും കൂടെ പറഞ്ഞു പോവുമായിരിക്കും നല്ലത്. മെയിൻ സിംറ്റംസ് നമ്മൾ പറഞ്ഞു. അതൊന്നും കൂടെ ഡീറ്റെയിൽ ആയി പറയണമെങ്കിൽ ഒളിഗോ ഓവുലേഷൻ ഓർ അനോവുലേഷൻ, പിന്നെ ഹൈപ്പർ ആൻഡ്രോജൻ കൂടുതൽ, ഹൈപ്പർ ആൻഡ്രോജനിസം, പിന്നെ PCO പാറ്റേൺ, അത് തന്നെ ഹെയറൻ സിൻഡ്രോം, കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ, തൈറോയിഡ് ഡിസോർഡേഴ്സ്, പിറ്റ്യൂട്ടറി ഡിസോർഡേഴ്സ്, ഹൈപ്പർ പ്രൊലാക്ടീമിയ, കുഷിംഗ് സിൻഡ്രോം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സ്ട്രെസ്, ഓവറോൾ സ്ട്രെസ് ഒക്കെ വരും. അപ്പോൾ ഈ നമ്മുടെ ഈ ഓവറിയുടെ ഫങ്ഷനും കൂടെ നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഡെവലപ്മെന്റിനാണ് ഓവറി ഹെൽപ്പ് ചെയ്യുന്നത്. മെയിനായിട്ട് ബോഡി ഷേപ്പ്, ബോഡി ഹെയർ, ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, അതിൻ്റെ കൂടെ തന്നെ എഗ് പ്രൊഡക്ഷൻ, ഹോർമോൺ പ്രൊഡക്ഷൻ, എറ്റ്സെട്ര. പിന്നെ അതില് നമുക്ക് ഹോർമോൺ പ്രൊഡക്ഷൻ വരുമ്പോൾ നമുക്ക് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അതിൻ്റെയൊക്കെ ഇറഗുലാരിറ്റീസ്, അതുപോലെ ഫൈനലി എന്തുണ്ടാവും? ഇത് എത്തുന്നത് പ്രഗ്നൻസി, അതുപോലെ ഫെർട്ടിലിറ്റി, അതിലേക്ക് തന്നെ എത്താണ്. അപ്പൊ നമുക്കറിയാം ഇതിലെ പാത്തോളജി എൻലാർജ്ഡ് ഓവറീസ് വരും അല്ലേ? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ സ്കാൻ റിപ്പോർട്ട് കാണുമ്പോൾ ഓവറൈറ്റിസ്, നമ്മുടെ മെട്രിയമെഡിക്ക് കാണുന്ന പോലെ ഇൻഫ്ലെയിംഡ് ഓവറീസ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ഓവറീസ്, ഓവേറിയൻ വോള്യൂം ഇൻക്രീസ്ഡ്, സ്ട്രോമ ഇൻക്രീസ്ഡ്, അങ്ങനെ അതിന്റെ പ്രസൻസ് ഓഫ് മൾട്ടിപ്പിൾ ഫോളിക്കുലർ സിസ്റ്റ്, അങ്ങനെ അതിന്റെ കോർട്ടെക്സില്, ഓവറിയുടെ കോർട്ടെക്സില് ക്രൗഡഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സിസ്റ്റ് ചിലപ്പോ ഫോളിക്കുലർ സിസ്റ്റ് പല സ്റ്റേജസ് ആയിരിക്കും. അതായത് ചിലത് ഹാഫ് മെച്യൂർ, ചിലപ്പോ അറസ്റ്റഡ് മെച്യൂറേഷൻ, ചിലപ്പോ കംപ്ലീറ്റ്ലി ഇമ്മെച്യൂർ. ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നമ്മൾ അതിൻ്റെ നോർമലായിട്ട് അതിൻ്റെ അപ്പിയറൻസ് കാണുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഓവറിലെ തീക്കാസൽ ഹൈപ്പർട്രോഫി വരും. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി നമുക്കറിയാം ഡയബറ്റിസ് മെലിറ്റസ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. നമ്മളിനി നമ്മുടെ മരുന്നുകൾ, ഹോമിയോപ്പതിക് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിസിൻസ് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം.
നമുക്കിതിൽ എന്തൊക്കെയാണ് കൂടുതൽ പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ്. നമുക്കറിയാം ക്ലിനിക്കിൽ ആദ്യം വരുമ്പോൾ പേഷ്യന്റ് പറയണത് തടി കൂടി, അതുപോലെ മെൻസ്ട്രൽ അബ്നോർമാലിറ്റി, അതിന്റെ കൂടെ ഹെയർ സ്യൂട്ടിസം. ഒരു ഫുള്ളി ഡെവലപ്ഡ് കേസിലൊക്കെ എല്ലാ കേസിലും ഹെയർ സ്യൂട്ടിസം ഉണ്ടായിക്കൊള്ളുന്നില്ല. ആക്നെ, അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പക്ഷേ ഈ അക്കാന്തോസിസ് നൈഗ്രിഗൻസ് അത് മിക്കവാറും ഒരുമാതിരി എല്ലാ കേസിലും കാണും. അതായത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് സ്പെസിഫിക് ആയിട്ട് സ്കിൻ ചേഞ്ചസ് വരിക, എന്നിട്ട് സ്കിൻ തിക്കൻഡ് ആവും, പിഗ്മെന്റഡ് ആവും. മെയിൻലി നെയ്പ് ഓഫ് ദ നെക്ക്, ഇന്നർ തൈസ്, ഗ്രോയിൻ ആൻഡ് ആക്സില്ല. അത് ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതൊക്കെയായിട്ടാണ് പേഷ്യന്റ് കൂടുതലും നമ്മളോട് പ്രസന്റ് ചെയ്യുന്നത്. ഡോക്ടറെ, കഴുത്തിന്റെ പുറകുവശം വല്ലാതെ കറുത്തിരിക്കുന്നു, പീരീഡ്സ് ക്ലിയർ അല്ല. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് ഈ പറഞ്ഞ അക്കാന്തോസിസ് നൈഗ്രിഗൻസ്, അതിന്റെ കൂടെ തന്നെ അത് ഹെയർ ആൻഡ് സിൻഡ്രോം, അത് മൂന്നും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ ഹെയർ ആൻഡ് സിൻഡ്രോം. അതില് HA ഹൈപ്പർ ആൻഡ്രോജൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, പിന്നെ IR ഇൻസുലിൻ റെസിസ്റ്റൻസ്, AN അക്കാന്തോസിസ് നൈഗ്രിഗൻസ്. ഇനിയിപ്പോ അതില് നമ്മള് ഇതിന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ജെനറ്റിക്സ് ഉണ്ട്, ഫാമിലി ഹിസ്റ്ററി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വേറെ സിംറ്റംസ് ഒന്നുമില്ല, കുട്ടി പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്നു, സിംറ്റംസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ ഫാമിലി ഹിസ്റ്ററിയിൽ നമുക്ക് ഇവര് പറയാണ് PMOS ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ അമ്മ ഞാനും ഇതിന് ചികിത്സിച്ചിരുന്നു, അങ്ങനെ ഉണ്ടായ ഒരു ബേബിയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്കിപ്പോ കൽക്കേരിയ കാർബ്, സെപ്റ്റിയ, നാട്രമ്യൂൾ, അതൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പൾസെറ്റിലേക്ക് കൊടുക്കാം. നമുക്ക് ഇതിന്റെ കൂടെ ഈ ജെനറ്റിക്സ് അത് ആ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി നല്ല റിസൾട്ട് കിട്ടാവുന്ന റെമഡീസ് ആണ് ഓവറിന്. നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഓവറിനും ഫോളിക്കുലിനും അതൊക്കെ നമുക്ക് ഒരു സിംഗിൾ ഡോസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ കുറച്ചൊരു റേഡിയേഷൻ പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് ബെറൈറ്റ കാർബ് 3X ഒക്കെ നമുക്ക് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതില് ഈ PMOS എന്തായാലും ഒരു ട്യൂബർക്കുലർ എൻഡോമെട്രിയോസിസ്, ഈ ട്യൂബർക്കുലർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും ഈ PMOS പ്രൈമറി അമിനോറിയ, സെക്കൻഡറി അമിനോറിയയുടെ ഒരു മെയിൻ കോസ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ സെക്കൻഡറി അമിനോറിയയുടെ ഒരു കോസ് തന്നെയാണ് ട്യൂബർക്കുലർ എൻഡോമെട്രിയോസിസ്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി നമുക്ക് നോക്കിയിട്ട് അതിൻ്റെ കൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ട്യൂബർക്കുലിനും വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യും. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ എൻഡോമെട്രിയം ഫുള്ളായിട്ട് ട്യൂബർക്കുലർ ടോക്സിൻ ഡിസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ വളരെ കൊച്ചുകുട്ടിക്കാലത്ത് നിന്ന് ഇപ്പം അങ്ങനെ പ്രൈമറി കോംപ്ലക്സ് കുറവാണ്, എങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററിയിൽ അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂബർക്കുലിനും കൊടുക്കാം. അപ്പൊ അതുവഴി ഒരു ഇൻഹിബിഷൻ ഓഫ് നമുക്ക് ഓവേറിയൻ ഫങ്ഷൻ അതുവഴി ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഡിസ്ട്രക്ഷൻ ഓഫ് എൻഡോമെട്രിയം വരുന്നത്. അങ്ങനെ ട്യൂബർക്കുലിനും കൊടുത്ത് പല കേസിലും തന്നെ ഈ വേറെ അധികം മെഡിക്കേഷൻ ഇല്ലാതെ ട്യൂബർക്കുലിനും ഓവറിനും 3X മാത്രം കൊടുത്തിട്ടും ഈ PMOS മാറിയ കേസുകളുണ്ട്. ഇനി ഇതിൽ തന്നെ വരുന്നത് ഒളിഗോ ഓവുലേഷൻ ഓർ അനോവുലേഷൻ. അതതിന്റെ വേറെ സ്റ്റേജ് ആണ്. നമുക്കറിയാം അനോവുലേറ്ററി ഫേസ് നമുക്ക് ഇതിൽ കണ്ടമാനം വരും. പീരീഡ് ഉണ്ടായാലും അനോവുലേറ്ററി നമ്മൾ നോക്കുമ്പോൾ ഓവുലേഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഓവുലേഷൻ ഒന്നുകിൽ കറക്റ്റ് ആവില്ല, അല്ലെങ്കിൽ ഒളിഗോ വളരെ ലൈറ്റ് ആയിട്ട് മാത്രം. ഇപ്പൊ നമുക്ക് ഈ കാർഡൊക്കെ കിട്ടുന്നുണ്ടല്ലോ, മറ്റേ കിറ്റ്, അങ്ങനെ നമ്മള് ഈ ഓവുലേഷൻ കിറ്റ് വെച്ച് ചെയ്യുമ്പോൾ അതിൽ മാർക്കെല്ലാം ക്ലിയർ ആയി വരില്ല. അതിന് നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക്
കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി കൊടുക്കാം, ഇന്റർകറന്റ് ആയിട്ട് ട്യൂബർക്കുലിനും പൾസെറ്റിനും കൊടുക്കാം. പിന്നെ ഓവറിനം 3x മുതൽ 1m പൊട്ടൻസി 10m വരെ കൊടുക്കാം. അങ്ങനെയുള്ള കേസ് നമ്മൾ നെക്സ്റ്റ് മന്ത് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓവുലേഷൻ കുറേയും കൂടെ ബെറ്റർ ആയിട്ട് കാണും. കാർഡില് ഓവുലേഷൻ കിറ്റ് നമ്മൾ നോക്കി ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്കത് എളുപ്പത്തിൽ ചെയ്യാം. ഇതിൽ തന്നെ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ സ്കാനിങ്ങിൽ ഫോളിക്കുലാർ സ്റ്റഡിയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടും. അപ്പൊ അതില് ഓവേറിയൻ ഫെയിലിയർ ആണ് അല്ലെങ്കിൽ അനോവുലേറ്ററി ഫേസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മെഡിസിൻസ് കൊടുക്കാം എന്ന് പറഞ്ഞു. ഈ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയറിൽ നമുക്കറിയാം ഫോളിക്കിളെ ആബ്സെന്റ് ആയിരിക്കും, ആബ്സെൻസ് ഓഫ് ഫോളിക്കിൾ ആയിരിക്കും. അല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളിക്കിൾ ഉണ്ടാവും, അത് പെട്ടെന്ന് തന്നെ അതിന്റെ റേറ്റ് അത് ഉണ്ടാകുന്ന റേറ്റ് സ്പീഡ് കൂടും, അതുപോലെ തന്നെ ഡെപ്ലീഷൻ അത് ഡിസ്ട്രക്ഷൻ അതിന്റെ സ്പീഡും കൂടും. ഇതിന് നമുക്ക് ഒരു നല്ലൊരു റെമഡി ആയിട്ട് ഫോളിക്കുലിനം 30 നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്കറിയാം ഇതിന് ഒരു ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഉണ്ട്. അപ്പൊ മോളിൽ നിന്നുള്ള ഓർഡർ GnRH മുതൽ കറക്റ്റായിട്ട് എൻഡോക്രൈൻ വളരെയധികം എൻഡോക്രൈൻസും പ്രവർത്തിക്കുന്ന ഹോർമോൺസും പ്രവർത്തിക്കുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് ഹൈപ്പോതലാമസ് 30 നല്ല മെഡിസിനാണ്. ഹൈപ്പോതലാമസ് 30 ഫോളിക്കുലിനും 30 കൊടുത്താൽ തന്നെ ഈ അനോവുലേറ്ററി ഫേസുകളൊക്കെ മാറാറുണ്ട്. അതുപോലെ പിറ്റ്യൂട്ടറിൻ 3x 30 1m ഹയർ പൊട്ടൻസി. കൂടുതലും ഈ പിറ്റ്യൂട്ടറിൻ ഹയർ പൊട്ടൻസി നമുക്ക് ഉപയോഗിക്കേണ്ടി വരാറുള്ളത് നമുക്കറിയാം പീരീഡ്സ് വളരെ സ്കാൻഡി, സ്പോട്ടിങ്, ലാസ്റ്റിംഗ് ഫോർ സോ മെനി മന്ത്സ്, അതിനൊരു സ്റ്റോപ്പ് ഇല്ല. അങ്ങനെയുള്ള കേസിൽ നമ്മൾ മൈൻഡും നോക്കി അതിൻ്റെ കൂടെ പിറ്റ്യൂട്ടറിനും കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് വെച്ചിട്ട് തന്നെ അത് കറക്റ്റായി വരുന്നത് നമ്മൾ കേസുകൾ കണ്ടിട്ടുണ്ട്. 3x സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ നെക്സ്റ്റ് മന്തിൽ നമുക്ക് അത് ക്ലിയർ ആയില്ലെങ്കിൽ 1m ആക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഇടയ്ക്കുള്ള ഇതിൻ്റെ അനോവുലേറ്ററി ഫേസും ക്ലിയർ ആവും, അതോടൊപ്പം തന്നെ പീരീഡ്സും കറക്റ്റായിട്ട് വരും. പിന്നെ നമുക്ക് അത് ഞാൻ ശാന്ത ഡോക്ടറിൽ നിന്ന് കിട്ടിയ അനുഭവമാണ്. ഡോക്ടറോട് പ്രത്യേകം നന്ദി, ഡോക്ടറെ സ്മരിക്കുന്നു. ബോറാക്സ് ഞാൻ അത്ര ശ്രദ്ധിക്കാത്ത റെമഡി ആയിരുന്നു. പക്ഷേ ഒരു ഓവുലേഷൻ ഒരു 4 ദിവസം മുന്നേ ബോറാക്സ് കൊടുത്താൽ ഈ അനോവുലേഷൻ ഉള്ളവർക്ക് ഓവറിനം കണ്ടിന്യൂ ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഒരു 4 ദിവസം മുന്നേ ബോറാക്സും കൂടെ കൊടുത്താൽ 2-3 മാസം കൊടുക്കുമ്പോഴേക്കും ഓവുലേഷൻ വളരെ ക്ലിയർ ആവാറുണ്ട്. ഈ ബോറാക്സ് ഞാൻ കൊടുത്തത് ഇങ്ങനെ ഒരു സിംറ്റം വെച്ചിട്ടാണ്. അവർക്ക് എപ്പോഴും സിവിയർ ലൂക്കോറിയ ആയിരിക്കും, ഡൗൺവേർഡ് മോഷൻ, അഗ്രവേഷൻ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ട്, അതായത് സാവേജ് സിൻഡ്രോം എന്നൊക്കെ പറയും. അതായത് ഫോളിക്കിളൊക്കെ ഡെവലപ്പ് ചെയ്യും, അതൊക്കെ പെർസിസ്റ്റ് ചെയ്യും, ഒക്കെ നിലനിൽക്കും. പക്ഷേ FSH റിസപ്റ്റർ ഡിഫക്റ്റ് ആവും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് റെസിസ്റ്റന്റ്, നമ്മൾ സ്കാനിങ് റിപ്പോർട്ടിലൊക്കെ വിശദമായിട്ട് എഴുതുമ്പോൾ റെസിസ്റ്റന്റ് ഓവേറിയൻ സിൻഡ്രോം നമ്മൾ വിചാരിക്കും ഇതെന്ത് വലിയ മഹാമാരിയാണ്, സാവേജ് സിൻഡ്രോം എന്നൊക്കെ അതിന്റെ പേര് കാണാറുണ്ട്. നമ്മുടെ സിമ്പിൾ സിഫിലിനം കൊണ്ട് ഈ സംഭവം റെഡി ആവാറുണ്ട്, സിഫിലിനം. അതുപോലെ കുറച്ചൊരു സ്ലോനെസ് ഒക്കെ ഉള്ള പ്രകൃതിയാണെങ്കിൽ ബരൈറ്റ കാർബൺ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന 1-2 കാര്യങ്ങളാണ് ഹൈപ്പർ ആൻഡ്രോജനിസം. ആൻഡ്രോജൻ എന്തായാലും എക്സസ് ആവണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, കൂടുതൽ എക്സസ് ആവുമ്പോൾ ഹൈർസ്യൂട്ടിസം എന്തായാലും വരും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ സിറം ടെസ്റ്റോസ്റ്ററോൺ അത് 90 ഒക്കെ അതിന്റെ മേലെയൊക്കെ പോവാറുണ്ട് ഇഷ്ടം പോലെ കേസിൽ. നമ്മുടെ സിമ്പിൾ തൂജ കൊടുക്കുക, ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കാം,
എന്നിട്ട് അതിൻ്റെ കൂടെ OLJ, ഒലിയം ജക്കോറിസ്, SLE, നല്ല റിസൾട്ടാണ്. ഇപ്പോൾ ഈ ഹെയർസ്യൂട്ടിസം വളരെ അധികമായിട്ട് നമുക്ക് ഈ ശരിക്കും താടി മീശ അങ്ങനെ വരുന്ന കേസിൽ ഒരു പ്രാവശ്യം അവരോട് അവർക്ക് വളരെയധികം കോസ്മെറ്റിക് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ലേസർ ചെയ്ത് അത് കളയാൻ പറഞ്ഞു. പിന്നെ നമ്മൾ നമ്മുടെ മെഡിസിൻ OLJ കൊടുത്താൽ, ഒളിയം ജക്കോറിസ് കൊടുത്താൽ കുറച്ചധികം നാൾ കൊടുക്കണം കേട്ടോ. പിന്നെ ആ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഹെയർസ് എന്ന് പറയുന്നത് വളരെ നൈസായിരിക്കും. ഞാനൊരു ഡോക്ടറെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അവർ ഈ OLJ മാത്രം ഒരു 3 വർഷത്തോളം കഴിച്ചു. 30 TDS മറ്റേ തൂജയും കഴിച്ചു. പിന്നെ അവർക്ക് ആ സംഭവം ഡെവലപ്പ് ചെയ്തിട്ടില്ല. PCOയും ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ ഇതിലെ ടെസ്റ്റോസ്റ്ററോൺ വല്ലാതെ കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് ടെസ്റ്റിസ് 3X നല്ല റിസൾട്ടാണ്. അതുപോലെ ഈ ആൻഡ്രോജൻ എക്സസ് ആവുമ്പോൾ നമ്മളൊരു കാര്യം സസ്പെക്ട് ചെയ്യേണ്ടത്, അപ്പോൾ ചില പേഷ്യൻസ് നേരിട്ട് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, കാരണം കൂടുതൽ കേസുകളും വരുന്നത് ഒന്നുകിൽ സെക്കൻഡറി അമിനോറിയ അല്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ ഡിസോർഡേഴ്സ്. അപ്പോൾ സെക്കൻഡറി അമിനോറിയയിൽ ചിലപ്പോൾ അവർക്ക് ഹിസ്റ്ററി ഉണ്ടാവാം, സെർട്ടോളി ലേഡിക് സെൽ ട്യൂമർ. അങ്ങനത്തെ ട്യൂമർ സർജറി ചെയ്ത കേസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കേസിൽ ഫർദറായിട്ട് ആൻഡ്രോജൻ എക്സസ് ആവാതിരിക്കാനായിട്ട്, പിന്നെ ഈ ട്യൂമേഴ്സ് ഫർദറായിട്ട് ഡെവലപ്പ് ചെയ്യാതിരിക്കാനും DNA 200 നല്ല റെമഡിയാണ് കേട്ടോ. അതുപോലെ ഈ ഹെയർ സ്യൂട്ടിസത്തിനും നമുക്ക് DNA 200 കൊടുക്കാം. തൂജ ഹയർ പൊട്ടൻസി, തൂജ ടിഞ്ചർ എക്സ്റ്റേണലി ഞാൻ കൊടുത്തിട്ടുണ്ട്, അതും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതില് ഈ ടീക്ക സെൽസും സ്ട്രോമ സെൽസിൽ നിന്നും ഓവറിൽ നിന്ന് ഈ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം അതിന്റെ ഒരു ലെവൽ വിടുമ്പോഴാണ് എന്തായാലും ഈ ലേഡിക് സെൽ ട്യൂമർ ഉണ്ടാവാൻ ഒരു കാരണം. അതുപോലെ തന്നെ ഇങ്ങനെ വരുമ്പോൾ ഹൈപ്പർ ഈസ്ട്രോജനിക് സ്റ്റേറ്റും വരും. അത് നമുക്ക് കിട്ടുന്ന കേസുകൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി അമിനോറിയ, നമ്മളിപ്പോൾ ഇൻഫെർട്ടിലിറ്റിയിൽ കാണുന്നത് വലിയ അഡിനെക്സൽ കോംപ്ലക്സ് ലീഷൻസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ അങ്ങനത്തെ കേസുകൾ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ സർജറി, അഡിനെക്സൽ കോംപ്ലക്സ് ലീഷൻ സർജറി ചെയ്തു, ചിലപ്പോൾ സാൽപിഞ്ചോ ഊഫ്രക്ടമി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് കൊടുക്കാനുള്ള നല്ല മെഡിസിനാണ്. ഇപ്പോൾ ചില കേസിൽ നമുക്ക് പെൽവിക് റേഡിയേഷൻ ചെയ്യേണ്ടി വരും. അവര് മെലഗ്നൻസി, അതായത് എട്ടിപ്പിയ കണ്ടു കഴിഞ്ഞാൽ അപ്പം എന്തായാലും പെൽവിക് റേഡിയേഷൻ ചെയ്യും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എക്സ്റേ കൊടുക്കാം, റേഡിയം, കോബാൾട്ട്, കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ കേസിൽ നമുക്ക് ഈ മെഡിസിൻസ് ഒക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കോബാൾട്ട് എനിക്ക് സിമ്പിളായിട്ട് ഒരു LBA കേസ്, LBA PMOS അങ്ങനെ മാത്രം ഉള്ള കേസിൽ ഹിസ്റ്ററി ഓഫ് ഓവേറിയൻ സിസ്റ്റ് കോബാൾട്ട് മാത്രം കൊടുത്തിട്ട് ഒരു ഇൻഫെർട്ടിലിറ്റി കേസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വെറൈറ്റി എന്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ അനോവുലേറ്ററി DUB, അതായത് ഓവുലേഷൻ ഉണ്ടാവില്ല പക്ഷേ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, വളരെ പെയിൻലെസ് ആയിരിക്കും, ചിലപ്പോൾ എക്സസീവ് ആയിരിക്കാം, ചിലപ്പോൾ കുറച്ചായിരിക്കാം. എക്സസീവ് ആകുമ്പോൾ നമ്മളതിനെ മെട്രോപ്പതിയ ഹെമറേജിക്ക എന്നൊക്കെ പറയാറുണ്ട്. അതിൽ നമുക്ക് ഈസ്ട്രോജൻ എപ്പോഴും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് സിഫിലിനം കൊടുക്കാം. അത് സിഫിലിനം എന്ന് പറയുന്നത് എന്തായാലും ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതുപോലെ അതിൽ ഓവേറിയൻ ഫോളിക്കിൾസ് എപ്പോഴും റൈപ്പായിരിക്കും, അത് ഇമ്മെച്ചുവർ അല്ല, മെച്ചുവർ ആയിരിക്കും. അത് കണ്ടിന്യൂസ്ലി മെച്ചുറായി നിലനിൽക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈസ്ട്രോജൻ ഇങ്ങനെ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓവുലേഷൻ നടക്കൂല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക്
ഈ ഈസ്ട്രജൻ 3x കൊടുക്കാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കി സിഫിലിനം, കൽക്കേരിയ കാർപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പിറ്റ്യൂട്ടറി. പിന്നെ ഒരു സ്പോട്ടിംഗ് പോലെ ഒരു 1-2 months ഒക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണ കേസിൽ CKL കോർ നൈസ് റെമഡിയാണ്. അതുപോലെ വിത്ത് ക്യാരക്ടറിസ്റ്റിക് ബാക്ക് ഏക്ക്, സബൈന, സ്പോട്ടിംഗ് വന്നിട്ട് കുറെ നാള് നീണ്ടു നിൽക്കുക, വിത്ത് ഹിസ്റ്ററി ഓഫ് അബോർഷൻ ഉണ്ടെങ്കിൽ സെക്കൻഡറി അമിനോറിയ, പ്രഗ്നൻസിക്ക് നമ്മൾ ട്രൈ ചെയ്ത് വരണ കേസിൽ എന്തായാലും നമുക്ക് സബൈനയൊക്കെ നല്ല റിസൾട്ട് കിട്ടും. സെക്കൻഡറി അമിനോറിയയും ക്ലിയർ ആവും. ഇതില് വേറൊരു കോംപ്ലിക്കേഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഈസ്ട്രജൻ ഇങ്ങനെ കൂടുമ്പോൾ അവിടെ എന്തുണ്ടാവും? എൻഡോമെട്രിയൽ ഗ്ലാൻസ് ഒക്കെ ടോർട്യൂസ് ആവും, ഹൈപ്പർപ്ലേസി ആവും. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഹിസ്റ്റോപാത്തോളജി റിപ്പോർട്ട് കാണാൻ ഇട വന്നാൽ ഹൈപ്പർപ്ലേസിയ എന്ന് തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് നമ്മുടെ മെഡിസിൻസ് നല്ല റിസൾട്ട് ഉണ്ടാക്കാറുണ്ട്. പൂജ, കൽക്കേരിയ കാർപ്പ്, സിസ്റ്റിക്, ടോർച്വസ്, എൻഡോമെട്രിയൽ ഗ്ലാൻസ് ആണെങ്കിൽ കാൽക്കേരിയ കാർബ് കൊടുക്കാം, കാൽക്കേരിയ അയഡോയിഡ് കൊടുക്കാം, സിസ്റ്റർ സ്കാൻ കൊടുക്കാം. ഒക്കെ 30 റിപ്പീറ്റ് ചെയ്ത നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. തൂജ എപ്പോഴും ഞാൻ എൻഡോമെട്രിയൽ തിക്നെസ്സിന് ഹയർ പൊട്ടൻസി ഒരു 4-5 ഡോസൊക്കെ കണ്ടിന്യൂസ് ആയി കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് മന്തിൽ ഒന്നും കൊടുക്കില്ല. സിമ്പിളായിട്ട് SLO മല CKL കോർ 30യോ അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ ഓഫ് ബ്ലീഡിങ് അനുസരിച്ച് മൈൻഡും നോക്കി ആ മെഡിസിൻ സെലക്ട് ചെയ്യും. മിക്കവാറും ഒരു ആഫ്റ്റർ 3 months കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, വേറെ എക്സ്ട്രാ പെൽവിക് പെത്തോളജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ ക്ലിയർ ആയിട്ടുണ്ടാവും. അല്ല എന്തെങ്കിലും പെൽവിക് പെത്തോളജി ഉണ്ടെങ്കിൽ വി ഹാവ് ടു റൂൾ ഔട്ട്. ഒന്നുകിൽ നമുക്ക് പാപ്സ്മിയർ ചെയ്യാം, അല്ലെങ്കിൽ DNC ചെയ്യാം, റൂൾ ഔട്ട് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ഇവര് എന്തായാലും അവർക്ക് തന്നെ ധാരാളം ഇൻസുലിൻ നല്ല രീതിക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ട് നമ്മുടെ ഇൻസുലിൻ 30. ഞാൻ സിമ്പിളായിട്ടൊരു കേസിൽ PCOS ഇൻസുലിൻ റെസിസ്റ്റൻസ്, ആ കേസിൽ ഇൻസുലിൻ 30 മാത്രം കൊടുത്തിട്ട് ഇൻഫെർട്ടിലിറ്റി ക്ലിയർ ആയ കേസുണ്ട്. യുറേനിയം നൈട്രിക്കം 3x നമുക്ക് വേണേൽ കൊടുക്കാം, അലോങ് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ്സ്. ഈ പൾസറ്റില ഏറ്റവും ടോപ്പിൽ വരുന്നൊരു ഡ്രഗാണ് PMOSന്. പക്ഷെ എല്ലാ കേസിലും മൈൻഡ് നോക്കി കൊടുത്താൽ തന്നെ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പോസിറ്റീവ് ഫാക്ടേഴ്സ് നോക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. എങ്കിലും പൾസറ്റില ഹയർ പൊട്ടൻസി വരെ നമുക്ക് പോയാലും നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പൾസറ്റില CM ഒക്കെ നല്ല റിസൾട്ട് തരാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഹെയറൻ സിൻഡ്രോമിന്റെ ബാക്കി ഉണ്ടായിട്ട് അക്കാന്തോസിസ്. ഇത് പേഷ്യൻസ് എപ്പോഴും വളരെ വിഷമിക്കുന്ന ഒരു സംഭവമാണ്. നെയ്പ് ഓഫ് ദി നെക്കിലൊക്കെ ഈ ഡിസ്കളറേഷനും തിക്നെസ്സും വരുന്നത്. കാസ്ട്രിക്കി നല്ല റെമഡിയാണ്, കാസ്ട്രിക്കി 30. പിന്നെ ഇച്തിയോൾ 3x, പോസ്റ്റിക്കം ഹയർ പൊട്ടൻസി, സെപ്പിയ, പൂജ, ആൻറ്റി ക്രൂഡ്, തൈറോയിഡിനം, പിന്നെ കാൽക്കേരിയ ഗ്രൂപ്പ്, ഇതൊക്കെ ഇതിന് അക്കാന്തോസിന് നല്ല റിസൾട്ട് തരുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പിറ്റ്യൂട്ടറി ഫാക്ടേഴ്സ്. മിക്കവാറും എല്ലാ കേസിലും പിറ്റ്യൂട്ടറി ഫാക്ടേഴ്സ് കാണാറുണ്ട്. നമുക്കറിയാം പ്രൊലാക്റ്റിൻ നോക്കുമ്പോൾ വളരെ ഹൈ ആയിരിക്കും. ഈ പ്രൊലാക്റ്റിൻ ഒരു 35-36 ഒക്കെ വന്നാൽ തന്നെ ഗാലക്ടോറിയ വന്നിട്ട് പേഷ്യന്റ് പറയാറുണ്ട്, എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡി സൈലീഷ്യ. വേറെ പൾസറ്റിലെയോ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഒരു വളരെയധികം പ്രൊലാക്റ്റിൻ കൂടിയ കേസിൽ വിത്തിൻ 2 weeks സൈലീഷ്യ 10 ആണ് ഞാൻ കൊടുത്തത്. ഒരു 3 doses ആണെന്ന് എൻ്റെ ഓർമ്മ. 3 weeks കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും പ്രൊലാക്റ്റിൻ 16 അങ്ങാണ്ടാവും. നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടുന്ന റെമഡിയാണിത്. ഈ പിറ്റ്യൂട്ടറി ഗോണഡോട്രോപ്പിൻ റിലീസ് ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രൊലാക്റ്റിൻ കൂടുന്നത്. പിന്നെ ഞാൻ നേരത്തെ അന്ന് പറഞ്ഞിരുന്നു പിറ്റ്യൂട്ടറി മാക്രോഡിനോമ, മൈക്രോഡിനോമ. അത് നമുക്ക് എന്തായാലും നമുക്ക്
ഈ ഗാലക്ടോറിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് CTO MRIയോ ചെയ്ത് നമുക്കത് എന്തായാലും ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരും. മൈക്രോഡിനോമ പ്രോബ്ലം ഇല്ല. കൽക്കേരിയ കാർബ് 30, സിസ്റ്റസ് 30, ലാപ്പിസ് ആൽബ് 30, വെറും കൽക്കേരിയ ഫ്ലോർ, തൂജ 1M ഒരു വീക്ക്ലി വൺസ് ഒരു ഡോസ് അങ്ങനെ കൊടുത്ത് മൈക്രോ അഡിനോമ മാറിക്കാണാറുണ്ട്. പക്ഷെ മാക്രോ അഡിനോമ നമ്മൾ മിക്കവാറും സർജിക്കൽ കേസാണ്. പിന്നെ ബ്രെയിൻ നമുക്ക് അങ്ങനെ ഒരു പ്രഷർ സിംറ്റംസ് ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് സർജിക്കലായി തന്നെ പോകേണ്ടി വരും. പിന്നെ നമ്മൾ പറഞ്ഞു എൻഡോക്രൈൻസ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. അതിലെ അഡ്രിനൽസില് കൺജനിറ്റൽ അഡ്രിനൽ ഹൈപ്പർപ്ലേസിയ. നമുക്കറിയാം അഡ്രിനൽ എന്ന് പറയുമ്പോൾ കോർട്ടിസോൾ പ്രൊഡക്ഷൻ ആണ്. വളരെയധികം പ്രൈമറി സ്ട്രെസ് ഹോർമോൺ ആണ് കോർട്ടിസോൾ. അപ്പോൾ ഈ ഹൈപ്പർ കോർട്ടിസോളിസം എന്ന് പറഞ്ഞാണ് ചില കേസിൽ ഈ PMOS പേഷ്യന്റ് പ്രസന്റ് ചെയ്യാറുള്ളത്. എനിക്കൊരു കേസ് കിട്ടിയിട്ടുണ്ട്. 1-2 കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ല റിസൾട്ടായിരുന്നു. ഒന്ന് അത് ഞാൻ മൈൻഡ് നോക്കി ചെയ്തതാണ്. ഒന്ന് തൂജയും 2 ആഴ്സാൽബും. വളരെയധികം സ്റ്റെറോയിഡ്സ് പോയിരുന്ന കേസായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റെറോയിഡ്സ് ഒക്കെ നിർത്തി. ദേ ആർ ഓക്കെ. ഒരു ഇയർലി വൺസ് ഞാൻ ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. അത് ഓവറായിട്ട് അഡ്രിനൽ ഗ്ലാൻസ് കോർട്ടിസോൾ ഉണ്ടാക്കും. അപ്പൊ നമുക്കത് നമുക്ക് സിറം കോർട്ടിസോൾ 24 hours യൂറിനിൽ നമുക്ക് ചെക്ക് ചെയ്യാം, നോർമൽ ആണോ എന്നറിയാം. അല്ലെങ്കിൽ സലൈവേന്ന് ചെക്ക് ചെയ്യാം, ബ്ലഡും ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഇതാണ് കുഷിംഗ് സിൻഡ്രോം. കുഷിംഗ് സിൻഡ്രോം നമുക്ക് പേഷ്യന്റ് വരുമ്പോൾ തന്നെ കണ്ടാലറിയാം. അവര് ഹിസ്റ്ററി, ഹൈ BP, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് മെലിറ്റസ്. അതുപോലെ ഡോക്ടറെ എവിടെ തട്ടിയാലും ആ വിരല് ഫ്രാക്ചർ ആവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണാല് ഒക്കെ ഫ്രാക്ചർ ആവും. ഇങ്ങനെ ഒരു 3-4 പരാതിയും കൊണ്ട് അവർ വരിക. അപ്പൊ അവർക്ക് നമ്മൾ കാണുമ്പോൾ നല്ല റൗണ്ട് ആയിരിക്കും ഫേസ്, വട്ടം വരച്ച പോലെ ഫേസ്. പിന്നെ എപ്പോഴും അവരുടെ ഷോൾഡറിന്റെ പുറകില് ഒരു ഫാറ്റി ലംബ് ഉണ്ടാവും. പിന്നെ നമ്മൾ നല്ലോണം അവരെ എക്സാമിൻ ചെയ്യുമ്പോൾ പിങ്ക് ആയിട്ടുള്ള ചെറിയ ചെറിയ മാർക്സ് സ്കിൻ മൊത്തം കാണും. അപ്പൊ നമുക്കറിയാൻ പറ്റും ഇത് കുഷിങ്സ് ആണ്. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം, അതിന്റെ സിംറ്റംസ് കളക്ട് ചെയ്യാം. അതിന്റെ കൂടെ മിക്കവാറും ഒരു സെക്കൻഡറി അമിനോറിയ ഉണ്ടാവും, ഒരു PMOSന്റെ ഹിസ്റ്ററിയും അവർ പറയും. അപ്പോൾ അങ്ങനെയുള്ള കേസിലും നമുക്ക് ഈ കോർട്ടിസോൾ ആണ് നമുക്ക് അതിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന്. അപ്പോൾ സിറം കോർട്ടിസോൾ ലെവൽ കൂടുതലുണ്ടോ നോക്കുക, മൈൻഡ് നോക്കുക. ഞാൻ കൊടുത്തത് മൈൻഡ് വെച്ച് തൂജയും 1 ആഴ്സാൽബുമാണ്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിന്റെ റിസൾട്ടായിട്ട് വരുന്നത് നമുക്കറിയാം, പേഷ്യന്റ് എപ്പോഴും ഡിപ്രഷൻ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിപ്രഷന്റെ മരുന്നുകളിലേക്ക് നമുക്ക് പോവാം. പിന്നെ സൈക്കോജനിക് ഷോക്ക് വരാം, സ്ട്രെസ്, അനോറക്സിയ നെർവോസ. കൂടുതലും കോർട്ടിസോൾ കൂടുമ്പോൾ പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് സ്ട്രെസ് ആയിരിക്കും. പിന്നെ അനോറക്സിയ നെർവോസ എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ പേഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേകതയുണ്ട്. അവര് ഭയങ്കരമായിട്ട് സ്ട്രെന്വസ് എക്സസൈസ് ചെയ്യുന്ന പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ എക്സസൈസ് കൺട്രോൾ ചെയ്യാൻ പറയണം. പിന്നെ നമുക്ക് സ്ട്രെസ്സിന് നമുക്ക് നമ്മുടെ മെഡിസിൻ ആയത് നമുക്ക് ഏതൊക്കെ കൊടുക്കാം? സെൻസിറ്റീവ് പേഴ്സണാലിറ്റി വെച്ചിട്ട് പൾസറ്റില. പിന്നെ മൈൻഡ് നല്ലോണം നോക്കിയിട്ട് നമുക്ക് വളരെയധികം റിസോർട്ട് ആണെങ്കിൽ നാട്രമ്യൂർ, അങ്ങനെ നമുക്ക് ഏത് മെഡിസിനിൽ വേണമെങ്കിൽ നമുക്ക് പോവാം. ട്യൂബർക്കുലിനം ഇന്റർകറന്റായി കൊടുക്കാം, ഫോസ്ഫറസ്, കാൽക്കേരിയ കാർബ്, അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം.
പിന്നെ നമുക്ക് സ്ട്രെസ് റിലീസ് ചെയ്യാനായിട്ടുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കാം. സ്ട്രെസ്സിന് നമുക്ക് മെഡിസിൻ കൊടുക്കാം. കാലിഫോസ്, ഇഗ്നീഷ്യ ഒക്കെ നല്ല റെമഡിയാണ്. പ്രത്യേകിച്ചും ഈ PCOSല് PMOSല് ഈ മൂഡ് ചേഞ്ചസ് വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു മൈൻഡും കൂടെ നന്നായിട്ടൊന്ന് കണക്കിലെടുത്ത്, എനിക്ക് മിക്കവാറും കേസ് എക്കണൈറ്റ്, കാലിഫോസ്, സെപ്പിയ, പൾസെറ്റില, വെരാട്രമാൽ അങ്ങനത്തെ മെഡിസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്ട്രാമോണിയം മൈൻഡ് മാത്രം നോക്കിയിട്ട്. പിന്നെ കാലിഫോസ് പോലത്തെ മെഡിസിൻസും കൊടുക്കാം. ഇങ്ങനെയുള്ള കേസിൽ വളരെയധികം സ്ലീപ്ലെസ്നെസ് വരും. അപ്പൊ നമുക്ക് കൊടുക്കാവുന്ന മരുന്ന്, എനിക്ക് ഏറ്റവും അധികം റിസൾട്ട് കിട്ടിയിട്ടുള്ളത് വിസിഡിയ ടിഞ്ചർ, അതുപോലെ എസ്ക്ലോഷ്യ കാലിഫോർണിക്ക ടിഞ്ചർ, പിന്നെ മൈൻഡൊക്കെ ഒന്ന് നോക്കി നമുക്ക് പാസിഫ്ലോറ, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സിറം കോർട്ടിസോളിന്റെ ആ സ്ട്രെസ്സും നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള ഈ നമുക്ക് കോർട്ടിസോൾ 30 കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് പിന്നെ വേറൊരു തരത്തിൽ നമുക്ക് ഈ കേസ് കിട്ടും. അതായത് വർഷങ്ങളായിട്ട് ഓവർ യൂസ് ഓഫ് മറ്റേ കോർട്ടിസോൺസ് മെഡിസിൻസ് ഉപയോഗിക്കുന്നവര്, ക്രോണിക് ആസ്മ, ആർത്രൈറ്റിസ്, പിന്നെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ അഡ്രിനൽ ട്യൂമേഴ്സ്, ഓവർ യൂസ് ഓഫ് കോഫി, അതിലൊക്കെ. ഞാൻ ഇതിൽ ഒരു കേസിൽ BP കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ അഡ്രിനാലിൻ 3x കൊടുത്തത്. ഹിസ്റ്ററി ഓഫ് അഡ്രിനൽ ട്യൂമർ ആയിരുന്നു. നല്ല റിസൾട്ട് കിട്ടി. പിന്നെ ഓവർ യൂസ് ഓഫ് കോഫിയ, പിന്നെ പിറ്റ്യൂട്ടറിനം 3x, ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് കോർട്ടിസോൾ 30. അങ്ങനെ വരുമ്പോൾ ഇതിലെ സ്ട്രെസ്സും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു റയറായിട്ട് കിട്ടിയ 1-2 കേസിൽ വരുന്നത് ഒരു ഷീഹാൻ സിൻഡ്രോം. ഷീഹാൻ സിൻഡ്രോമിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വളരെ സിമ്പിള്. ഹൈപ്പോപിറ്റ്യൂട്ടറിസം. അത് പിറ്റ്യൂട്ടറി നെക്രോസിസ് കൊണ്ട് ഹൈപ്പോപിറ്റ്യൂട്ടറിസം വരാം. അതുപോലെ പോസ്റ്റ് പാർട്ടമായിട്ട് ഹൈപ്പോപിറ്റ്യൂട്ടറിസം വരാം. എനിക്ക് കിട്ടിയത് പോസ്റ്റ് പാർട്ടം ഹൈപ്പോപിറ്റ്യൂട്ടറിസം ആണ്. ഷോക്ക്, പിന്നെ മാസീവ് ഹെമറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടും ആഫ്റ്റർ ഡെലിവറി ഓർ ഡ്യൂറിങ് ഡെലിവറി, അങ്ങനെയുള്ള കേസിൽ നമുക്ക് വെറും പിറ്റ്യൂട്ടറിൻ കൊണ്ട് നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റും. പിന്നെ ഷോക്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ മെഡിസിൻസ് കൊടുക്കേണ്ടി വരും അക്കോർഡിംഗ് ടു ദി കോസറ്റീവ് ഫാക്ടേഴ്സ്. അനീമിയ കറക്റ്റ് ചെയ്യുക, പിന്നെ പിറ്റ്യൂട്ടറിൻ കൊടുക്കുക, പിന്നെ മൈൻഡ് നോക്കി അത് സൂത്തിങ് ഡ്രഗ്സ് കൊടുക്കുക. അപ്പോൾ ഷീഹാൻ സിൻഡ്രോം, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം നമ്മൾ പിറ്റ്യൂട്ടറിയുടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ, ACTH ഒക്കെ ചെയ്യുമ്പോൾ അത് കറക്റ്റായി തന്നെ വരാറുണ്ട്. അതുപോലെ FSH, LH, പ്രൊലാക്റ്റിനും ചെയ്യുമ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറിനം നമുക്ക് അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള പേഷ്യൻസിനോട് നമുക്ക് ഈ കോർട്ടിസോള് കൂടി PCOSല് PMOSല് അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഹിസ്റ്ററി ഓഫ് അഡ്രിനൽ ട്യൂമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചില ഫുഡ് നമുക്ക് കോർട്ടിസോള് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് അഡ്വൈസ് ചെയ്യും. ഫ്ലാക്സ് സീഡ്സ്, omega-3, എഗ്സ്, ബനാന, ഒലിവ് ഓയിൽ ഓരോ സ്പൂൺ ഈ PCOSനും കഴിക്കാൻ പറഞ്ഞാൽ നല്ലതാണ്. vitamin D3 സപ്ലിമെന്റ്സ്, ഇതെന്തായാലും ഈ ക്രോണിക് ആസ്മ പേഷ്യൻസിലും വരാവുന്നതുകൊണ്ട് നമുക്ക് ഫുഡ് എന്തായാലും നമുക്ക് കോർട്ടിസോള് കുറയ്ക്കാവുന്നത് ഫുഡും കൂടെ നമുക്ക് പറഞ്ഞു കൊടുത്താൽ അത് വളരെ റിസൾട്ടായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ കോമൺ മെഡിസിൻസ് കൊടുക്കാം അക്കോർഡിംഗ് ടു ദ ബ്ലീഡിങ് ടെൻഡൻസി, അക്കോർഡിംഗ് ടു ദി ഡിസ്മെനോറിയ. ഞാൻ ഡിസ്മെനോറിയയിലേക്ക് പോകുന്നില്ല, കാരണം ഇങ്ങനത്തെ കേസിലും ഒരുപാട് ഡിസ്മെനോറിയ നമ്മൾ നോക്കി. ആ ടൈമിൽ അക്യൂട്ടായിട്ട് ഞാൻ കൊടുക്കാറുള്ളത് PMOSല് അക്യൂട്ടായിട്ട് ഡിസ്മെനോറിയയ്ക്ക് മെഡിസിൻ കൊടുക്കും. പിന്നെ അത് ആ ടൈമിൽ മാത്രം. പിന്നെ ക്രോണിക് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗും ബാക്കി ഡ്രഗ്സും കൊടുക്കും. പിന്നെ എന്തായാലും ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. ഒരിക്കലും
നെവർ സ്കിപ്പ് ദി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ റൈറ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പ്, ഭയങ്കരമായിട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ടു മച്ച് എക്സസൈസസ്, അത് ഒട്ടും തന്നെ പാടില്ല, ആവശ്യത്തിന് മാത്രം. പിന്നെ നമുക്ക് എപ്പോഴും മനസ്സിലാക്കാനുള്ള കാര്യം, അതായത് നമ്മുടെ ഇപ്പോൾ ഈ PMOS ഒരുപാട് മൈൻഡ് റിലേറ്റഡ് ആന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തിങ്കിങ് ആ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹൗ ടു റെക്കഗ്നൈസ് സ്ട്രെസ്ഫുൾ തിങ്കിങ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ സ്ട്രെസ്സോടെയാണോ ആലോചിക്കുന്നത്, അതോ സ്ട്രെസ് ഇല്ലാതെ സമാധാനമായിട്ടാണോ? ശരിക്കും ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഈവൻ പീരീഡ്സ് വരെ ഇൻകറക്റ്റ് ആവാൻ ആ ഒരു കാര്യം മതി. പിന്നെ നമുക്ക് അവർക്ക് എക്സസൈസ് പറഞ്ഞു കൊടുക്കാം, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസസ്, ഒരു 5 മിനിറ്റ് നേരം. പിന്നെ എപ്പോഴും നല്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അത് ഈ PMOS പേഷ്യൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈൻഡും കൂടെ, അതാണ് ഞാൻ മൈൻഡ് സിംറ്റംസ് എന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ നാട്രമ്യൂർ പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, എത്രയാ ചേഞ്ച് ആവാന്നറിയും. അതുപോലെ ഓറമെറ്റ്, ഓറമ്യൂർ നാട്രനാറ്റം, ഇപ്പോൾ ഇഷ്ടം പോലെ കേസുകൾ, ഡൈവോഴ്സ് വരെ എത്തുന്ന കേസുകളുണ്ട് ഇതുകൊണ്ട്. കാരണം പ്രഗ്നന്റ് ആവില്ല, അപ്പോൾ നിനക്കത് പറ്റില്ല, എന്നാൽ ശരി നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം. അങ്ങനത്തെ കേസൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യം തന്നെ സ്ട്രെസ് കുറയ്ക്കാൻ തന്നെ അവരെ പഠിപ്പിക്കുക. അതെല്ലാം കറക്റ്റ് ആവും. അതുപോലെ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ഹെൽത്തി റിലേഷൻഷിപ്സ്, അതെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഈ സ്ട്രെസ് ആൻസൈറ്റി കുറയ്ക്കുന്ന യോഗ, മെഡിറ്റേഷൻ അതൊക്കെ ചെയ്താലും ഈ PMOSനുള്ള ഇങ്ങനെ എൻഡോക്രൈൻ പ്രോബ്ലത്തിനുള്ള ഓരോ ഡിസ്റ്റർബൻസസ്, ഡിസീസസ് ഉള്ള ചാൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാം, അഡ്രിനൽസ് പ്രശ്നമായി കഴിഞ്ഞാൽ ഉടനെ BP ഒക്കെ ഷൂട്ട് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരും. പിന്നെ നമുക്കിതിൽ വരുന്ന നമ്മുടെ മെയിൻ ആയിട്ടുള്ള തൈറോയ്ഡ് ഹോർമോൺ, തൈറോയ്ഡ് പ്രോബ്ലംസ് ഒരു മേജർ കംപ്ലൈന്റ് ആണ്. അപ്പൊ നമ്മൾ തൈറോയ്ഡ് ആദ്യം വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് തൈറോയ്ഡ് നമ്മൾ സിംപ്ലി TFT നോക്കും അല്ലെ, T3, T4, TSH. നമുക്കത് കൂടാണ്ട് നമുക്ക് ഈ ആന്റിബോഡീസും കൂടെ നമ്മൾ വാച്ച് ചെയ്താൽ നന്നായിരിക്കും. അതായത് ചെറിയൊരു വേരിയേഷൻ ഈ TPO അങ്ങനത്തെ ആന്റിബോഡി തന്നെ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ തൈറോയിഡിനെ കൊണ്ട് കറക്റ്റ് ചെയ്ത് അങ്ങനെയുള്ള കേസിൽ ഈ മെൻസ്ട്രുവേഷനൊക്കെ റെഗുലർ ആക്കാൻ പറ്റിയിട്ടുണ്ട്. തൈറോയിഡിനും സ്പോഞ്ചിയ, പിന്നെ തൈറോയിഡിന്റെ റെമഡീസ് നമുക്ക് ഇപ്പൊ MNG മൾട്ടിനോഡുലാർ ഗോയിറ്റർ ആണെങ്കിൽ അതിന്റെ റെമഡീസ്, അതിന്റെ സിസ്റ്റിക് ആണെങ്കിൽ സിസ്റ്റിനുള്ള മെഡിസിൻസ്, ബെറൈറ്റ് അയഡൈറ്റ്, കാൽക്കേരിയ അയഡൈറ്റ്, അയഡൈഡ് ഗ്രൂപ്പ്, നോർമലി അയോഡം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ്, ഇതെല്ലാം കൂടെ നമ്മൾ കൊടുത്താൽ ഈ POMSും കറക്റ്റ് ആവും, തൈറോയിഡും കറക്റ്റ് ആവും. പിന്നെ തൈറോയിഡിനും എപ്പോഴും ഹയർ പൊട്ടൻസി കൊടുത്ത് ഇന്റർ കറന്റ് ആയിട്ട് വാച്ച് ചെയ്താലും മതി. പിന്നെ ഈ തൈറോനം കഴിക്കുന്ന കേസിൽ പെട്ടെന്ന് നമ്മൾ തൈറോനം ഒട്ടും ഈ ടേപ്പർ ചെയ്യാതെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറയരുത്. പിന്നെ നമുക്കിതിലെ മെയിൻ ആയിട്ട് വരുന്ന അബ്ഡോമിനൽ ഒബേസിറ്റി ആണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഗ്രാഫൈറ്റിസ്, ചില കേസിൽ ഇപ്പോൾ അമിനോറിയ വന്നു, ഓൺലി ഗ്രാഫൈറ്റിസ് അതുകൊണ്ട് മാത്രം ക്ലിയർ ആവുന്ന കേസുകളുണ്ട്. കാൽക്കേരിയ കാർപ്പ്, ഹിസ്റ്ററി ഓഫ് സ്കിൻ കംപ്ലൈന്റ് കൂടെ പറയാനില്ല, ഹയർ പൊട്ടൻസി, ദെൻ സൈലീഷ്യ, പിന്നെ ഫൈറ്റോലക്ക, ഡെക്കാൻഡ്ര, ദെൻ ഫ്യൂക്കസ് വെസിക്കുലോസിസ്. ഈ തൈറോയിഡ് പ്രോബ്ലംസിലും PMOSലും ഒബേസിറ്റിക്ക് ഒരു പരിധി വരെ നമുക്ക് ഫ്യൂക്കസ് വെസിക്കുലോസിസ് നമുക്ക് കൊടുത്താൽ റിസൾട്ട് കിട്ടാറുണ്ട്, ടിഞ്ചർ. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ PMOSൽ പറയുന്ന ചെറിയ ചെറിയ ഓവേറിയൻ സിസ്റ്റ് അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്, ഞാൻ പറഞ്ഞ ഓറം അയഡൈഡ് നല്ല റിസൾട്ടാണ്. ഓറമ്യൂർ നാട്രനാറ്റം 3X, അത് നല്ല കമ്പനിയുടെ ഒക്കെ ആണെങ്കിൽ നല്ല റിസൾട്ടാണ്, അതുപോലെ കോസ്റ്റ്ലിയുമാണ്. പിന്നെ നമുക്ക് ഇതിലെ എൻഡോമെട്രിയൽ ഹെൽത്ത് ഒക്കെ ഒന്ന്
വളരെയധികം ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എലക്ട്രിസ് ഉപയോഗിക്കാം. എലക്ട്രിസ് സ്ട്രിഞ്ചർ, അശോക, പിന്നെ ഓറം മ്യൂറിനേറ്റർനേറ്റം 3x, ഓറം അയോഡാറ്റം, ലാപ്പിസാൽ, സീക്കെയിൽ കോർ, കൽക്കേരിയ കാർബ്, കാൽക്കേരിയ ഗ്രൂപ്പ് മെഡിസിൻസ് എല്ലാം തന്നെ നമുക്ക് ഈ ഒബേസിറ്റിയിലും ഓവേറിയൻ സിസ്റ്റിലും ഉപയോഗിക്കാം. പിന്നെ ഇതിലെ പേഷ്യൻസ് കൂടുതലും മെൻസ്ട്രൽ അബ്നോർമാലിറ്റീസ് ആയിട്ട് വരുന്ന നമുക്ക് എനിക്ക് തോന്നുന്നു മെൻസ്ട്രുവേഷന്റെ ഒരു ക്യാരക്ടർ നോക്കി നമുക്ക് ഇപ്പോൾ ഡിസ്മെനോറിയ അല്ലെങ്കിൽ അതിന്റെ ടൈപ്പ്, കൺജസ്റ്റീവ്, സ്പാസ്മോഡിക് നോക്കാം. അല്ലെങ്കിൽ നമുക്കതിന്റെ റേഡിയേഷൻ, പെയിൻ റേഡിയേറ്റിംഗ് ടു ലെഗ്സ്, ടു ദി ബാക്ക്, ആ സിംറ്റം വെച്ചിട്ട് നമുക്ക് മെഡിസിൻ സാന്തോസൈലം, വൈബർണം പോപ്പുലസ്, അതൊക്കെ നമുക്ക് ഈ PCOSലും അക്യൂട്ട് സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്കറിയാം ഇതിന്റെ ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻ ആയിട്ട് എന്തായാലും ഇൻഫെർട്ടിലിറ്റി, മിസ്കാരേജസ് ഒക്കെ വരും. മിസ്കാരേജിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തായാലും നമുക്ക് സബൈന നല്ല റെമഡിയാണ്. കോളോഫൈലം, കോളോഫൈലം ഓൾസോ വീക്ക്ലി വൺസ് നമുക്കൊരു ഹയർ പൊട്ടൻസി കൊടുത്താൽ ഈ അബോർഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ഇൻഫെർട്ടിലിറ്റി ക്ലാസ്സിൽ പറഞ്ഞ ഒരു 18 years ആയിട്ടുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ടായിരുന്നു. അതിപ്പോ ഡെലിവറി ആയി, മെയിൽ ബേബി. ഞാൻ ആ കേസിൽ കൊടുത്തത് കോളോഫൈലമാണ് ടു പ്രിവെന്റ് അബോർഷൻ ആൻഡ് ടു പ്രിവെന്റ് ഫർദർ കോംപ്ലിക്കേഷൻസ്. അതുപോലെ ജെനറ്റിക്കലി പ്രോബ്ലംസ് നമുക്ക് ഒന്നും തന്നെ വരാതിരിക്കാനായിട്ട് നമ്മൾ ബരൈറ്റ കാർബ് 1 വീക്ക്ലി വൺസ് ഓരോ ഡോസ് കൊടുത്തിരുന്നു. 32 weeks ഡെലിവറി ആയി, പക്ഷേ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. അവര് നിയോനാറ്റൽ ICUയിൽ കെപ്റ്റ് ചെയ്തു. ഈ ലാസ്റ്റ് ഡേ ആണ് അവര് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അതിന് ഞാൻ ഈ കോളോഫൈലം വീക്ക്ലി വൺസ് കൊടുത്തിരുന്നു അബോർഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട്. അതൊറ്റ സിംറ്റം ആയിരുന്നു. അവർ ഡിസ്മെനോറിയ ടിപ്പിക്കൽ കോളോഫൈലത്തിന്റെ സിംറ്റംസ് ആയിട്ട് ഇതായിട്ട് പോയിരുന്നു. അതുകൊണ്ട് ഞാൻ കോളോഫൈലം നിർത്താതെ കൊടുത്തതാണ്. അപ്പൊ അങ്ങനെയുള്ള മിസ്കാരേജസ് പ്രിവെന്റ് ചെയ്യാനും അങ്ങനെ നമുക്ക് ഈ POMS കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ വേറൊരു കോംപ്ലിക്കേഷൻ വരുന്നത് അക്യൂട്ട് കോംപ്ലിക്കേഷൻ ഡിസ്ലിപ്പിഡിമിയാണ്. നമുക്കറിയാം എന്തായാലും ഡിസ്ലിപ്പിഡിമിയ വരും. ആൻഡ്രോജൻ എക്സസ്, എൻഡോക്രൈൻ ഡിസ്റ്റർബൻസസ്, അഡ്രിനൽ പ്രശ്നങ്ങൾ, ഹൈപ്പർ ടെൻഷൻ. അപ്പൊ ഡിസ്ലിപ്പിഡിമിയ നമുക്ക് നമ്മുടെ മെഡിസിൻ കൊടുത്ത് സാധാരണ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഫുഡ് കൺട്രോൾ നന്നായിട്ട് വേണം. തേങ്ങ, പിന്നെ തേങ്ങാപ്പാല്, ഫ്രൈഡ് ഫുഡ്, നോൺ വെജിലെ മെയിനായിട്ട് ബീഫ്, മട്ടൺ, ഇതൊക്കെ തന്നെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറയാറുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഈ ആൻഡ്രോജൻ എക്സസിൽ വരുന്ന ആക്നെ. കണ്ടറിയാലേ PCOSന്റെ ആക്നെ. എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അതിന്റെ അപ്പിയറൻസ് വെച്ച് ബെല്ല്, അതുപോലെ യുജീനിയ ജംബോസ നല്ല റിസൾട്ടാണ്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ. ബെർബറിസ് അക്യുഫോളിയം, യുജീനിയ ജംബോസയും മിക്സ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് സ്കാർസ് പോലെ വരുമ്പോ തൂജ, ദെൻ കാലിബ്രോം, കൽക്കേരിയ കാർബ്, അതൊക്കെ ഇതിന് ഈ സിമ്പിൾ പൾസറ്റില്ല. ഭയങ്കര ഇച്ചിങ് ഉണ്ടെങ്കിൽ സൾഫർ, ഇൻസുലിൻ ഇറ്റ്സ് എ വെരി നൈസ് റെമഡി. പിന്നെ സിസിജിയം ഓൾസോ നമുക്ക് ചെറിയ ചെറിയ ബോയിൽ ഡെവലപ്പ് ചെയ്യാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് നല്ലതാണ്. അങ്ങനെ നമ്മൾ ഇത്രയും മെഡിസിൻസ് സാധാരണ. ഹെയർ സൂട്ടിസം ഞാൻ പറഞ്ഞു ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് ഈ ഒലിയം ജക്കോറിസ് അസെല്ലി, തൂജ, ട്യൂബർകുലിനം, കൽക്കേരിയ കാർബൊക്കെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ എന്തായാലും യു ഹാവ് ടു ടേക്ക് വൈറ്റമിൻ D സപ്ലിമെന്റ്സ്. കാരണം ഹെയർ ലോസ് ഉണ്ടാവും, ഹെയർ സൂട്ടിസം ഉണ്ടാവും, ഹെയർ ലോസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരുപാട് എൻഡോക്രൈൻ പ്രോബ്ലംസ് വരുന്നതാണ്. നേരത്തെ പറഞ്ഞു ആൻഡ്രോജൻ എക്സസ്, ടെൻഡൻസി ടു ഫ്രാക്ചേഴ്സ്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങനെ വൈറ്റമിൻ D സപ്ലിമെന്റ് വേണ്ടി വരും. പിന്നെ നമുക്ക് ഇങ്ങനത്തെ കേസിൽ വേറെ ഒരു ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത,
നമ്മൾ സിമ്പിളാണ്, നമുക്കത് വളരെയധികം ഗുണം ചെയ്യും. ഇതിൽ ഒരുപാട് വൈറ്റമിൻ B12, വൈറ്റമിൻ ഫോളേറ്റ്, അതുപോലെ വൈറ്റമിൻ B6 അങ്ങനത്തെ ഡെഫിഷ്യൻസി ഒക്കെ വരും. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ PMOS പീരീഡ്സ് റെഗുലർ ആവില്ല. അപ്പോൾ ഞാനതിന് ഹോമോസിസ്റ്റീൻ, ബ്ലഡിലെ ഹോമോസിസ്റ്റീൻ ലെവൽസ് നോക്കുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ വൈറ്റമിൻസ് സപ്ലിമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഫോളിക് ആസിഡ്, നമ്മുടെ തന്നെ വരുന്നുണ്ടല്ലോ, വൈറ്റമിൻ D3+K2, പിന്നെ ഫോളിക് ആസിഡ്, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഹോമോസിസ്റ്റീൻ ലെവല് നോർമൽ ആക്കണം. ഒരു 10 to 15 ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇതില് നമുക്കറിയാം സോ മെനി ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ് along വിത്ത് ലോങ് ടേം കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ PCOS കേസുകളിൽ ഹോമോസിസ്റ്റീൻ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം an increased risk of cardiovascular diseases. അത് മൈൽഡ്ലി എലിവേറ്റ് ചെയ്താലും നമുക്ക് എന്തെങ്കിലും കാർഡിയോവാസ്കുലർ ടോണിക്കുകൾ, നമ്മുടെ ടെർമിനേലിയ അർജുന, പിന്നെ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ക്രിട്ടേഗസ്, നമുക്ക് മെഡിസിൻസ് അഡ്രിനാലിൻ 3x അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുവഴി ഈ PMOSഉം കറക്റ്റഡ് ആയി വരും. അതേസമയം മോഡറേറ്റ്ലി എലിവേറ്റഡ് ആണെങ്കിൽ ഡോക്ടറെ ഹോമോസിസ്റ്റീൻ. നമുക്കൊരു 8 മിനിറ്റേ ഉള്ളു ഇനി. ഓക്കെ, കഴിഞ്ഞു ഡോക്ടർ, കഴിഞ്ഞു. ഓ, ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തു, കഴിഞ്ഞു. ചാൻസസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് ഇസ് there. ഡോക്ടറെ ഇതിന്റെ ഒരു തുടർച്ച നാളെ കൂടി ചെയ്യാവോ? ഓ, ഇതിന്റെ ഒരു തുടർച്ച നാളെ കൂടി ചെയ്യാവോ? നല്ല ഒരു വിഷയമാണ്. കേൾക്കുന്നില്ല ഡോക്ടറെ? ഇതിന്റെ ഒരു തുടർച്ചയെ നമുക്ക് നാളെ കൂടെ ചെയ്യാവോ? നാളെ? ആ, ഓ ഡോക്ടറെ, നാളെ വേറൊരു ക്ലാസ് ഉണ്ടല്ലോ. അടുത്ത ആഴ്ച ഒരു ദിവസം ഞാൻ ചെയ്യാം. ശരി ശരി. അപ്പൊ ഞാൻ ഇത്രയും ഇപ്പൊ ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങക്ക് പറയാൻ വേണ്ടി ഓർത്ത് വെച്ചിട്ടുള്ളൂ. ഇത്രയല്ല, ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞല്ലോ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നല്ലൊരു കയ്യടി. നല്ല ക്ലാസ് ആയിരുന്നു. സമയക്കുറവ് കൊണ്ടാണ്. ഇനി ആർക്കെങ്കിലും ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെ എന്തെങ്കിലും സംശയം ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിലോ ചോദിക്കാൻ നമുക്കൊരു സമയം കൊടുക്കണമല്ലോ. അതുകൊണ്ട് മാത്രം ഇടപെട്ടതാണ്. കുഴപ്പമില്ല ഡോക്ടർ, ഇറ്റ്സ് ഓക്കെ. എന്റെ കഴിഞ്ഞു, ഹോമോസിസ്റ്റീൻ വരെ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇതിലെ ഓരോ മെഡിസിന്റെ ആക്ഷൻ ഒന്ന് പ്രത്യേകം അറിഞ്ഞാൽ കൊള്ളാം. കാരണം ആ രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു. ഒത്തിരി മരുന്നുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഓരോ മെഡിസിന്റെ ആക്ഷൻ അല്ലേ ഡോക്ടറെ? അതായത് ഇപ്പൊ DNA കൊടുക്കാവുന്ന കണ്ടീഷൻ. ഞാൻ കണ്ടീഷൻ മാത്രം പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാം കൂടെ പറയാൻ സമയം ഉണ്ടാവില്ല. അടുത്ത പ്രാവശ്യം അതിനെ കുറിച്ചൊന്ന് അങ്ങനെയുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതടക്കം വിശദീകരിക്കാം. ഇതിന് ഉപയോഗിക്കുന്ന റെയർ റെമഡീസിനെ കുറിച്ചൊരു മാത്രമല്ല അതിന്റെ ആ ഒരു പൊട്ടൻസിയും ഓരോ മെഡിസിന്റെ പൊട്ടൻസിയൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞ കുറച്ചും കൂടി പ്രയോജനപ്പെടും എല്ലാവർക്കും. എന്തായാലും ഒത്തിരി മെഡിസിനും അതിന്റെ പത്തോളജിക്കൽ കണ്ടീഷൻസ്, ഒത്തിരി കാര്യങ്ങൾ എല്ലാം ഡോക്ടർ വളരെ വിശദമായിട്ട് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ദയവായി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. അപ്പോഴേക്കും മറ്റന്നാൾ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, സ്പെഷ്യൽ പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ച് ഒരു ചെറിയ അനൗൺസ്മെന്റ് കൂടി. നമ്മുടെ സൂമിലും നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കുന്ന ജസ്റ്റിസ് ഹരിഹരൻ സാറിന്റെ 84 വയസ്സ് തികയുന്ന ആഘോഷമാണ്. അതിന് സാറിന് ആശംസകൾ അർപ്പിക്കുന്ന പ്രത്യേക പരിപാടിയാണ് മറ്റന്നാൾ സൂമിൽ നടക്കുന്നത്. അപ്പം ദയവായി എല്ലാ ഡോക്ടേഴ്സും ഇതിൽ പങ്കെടുക്കുക. സാറിന് ആശംസകൾ പറയാനുണ്ടെങ്കിൽ ആശംസകൾ അർപ്പിക്കാം. ഒത്തിരി പേര് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ എത്തുന്നുണ്ട്. നിങ്ങളും എല്ലാവരും ദയവായി സഹകരിക്കുക. ഇനി ചോദ്യങ്ങൾ ഒരു മിനിറ്റ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറ് നമ്മുടെ എത്തിക് കമ്മിറ്റി ചെയർമാനായിരുന്നു. അപ്പൊ അങ്ങനെ ഹോമിയോപ്പതിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ടാണ് സാറിന്റെ ഈ നമ്മുടെ പല ഉദ്ഘാടന വേദികളിലും സാർ എത്തിയിട്ടുണ്ട്. തിരിച്ച് നമ്മൾ സാറിനൊരു നന്ദി അല്ലെങ്കിൽ ഒരു അഭിനന്ദനം, ട്രിബ്യൂട്ട്, അതെ, രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എല്ലാവരും അന്നും പങ്കെടുക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഓക്കെ ധനേഷ് ഡോക്ടറെ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ
ഭദ്രൻ ഡോക്ടറൊക്കെ വളരെ കാര്യമായിട്ടിരുന്ന് അറ്റൻഡ് ചെയ്യുന്ന കണ്ടു. ഭദ്രൻ ഡോക്ടർ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഭദ്രൻ ഡോക്ടർക്ക്. അൺമ്യൂട്ട് ചെയ്യാമോ ഭദ്രൻ ഡോക്ടറെ? പിന്നാരാണ്? ഷീല ഡോക്ടർ എന്ത് പറയുന്നു? ഭദ്രൻ ഡോക്ടർ അല്ല, വേറെ ആരാണ്? നമ്മുടെ നേരത്തെ പേര് ഞാൻ പറഞ്ഞത് സുരേഷ് ഡോക്ടറോ? ഡോക്ടറൊക്കെ സംസാരിക്കാമോ? വീഡിയോ ഓൺ ആക്കിയതുകൊണ്ട് ചോദിച്ചതാ. അൺമ്യൂട്ട് ചെയ്യാം ഡോക്ടർക്ക് സംസാരിക്കാനാണെങ്കിൽ. ഷീല ഡോക്ടർ എന്ത് പറയുന്നു? ഡോക്ടറെ നമസ്കാരം. എന്ത് പറയാനാന്ന് ഞാൻ ആലോചിക്കുക. കാരണം ഇങ്ങനെ നമ്മൾ കണ്ണും മിഴിച്ചിരുന്ന് പോകത്തില്ലേ, അതുപോലെ ഇരിക്കുവാണ്. കാരണം ഇത്രയും പത്തോളജിക്കലി എങ്ങനെ ശ്രദ്ധിച്ച് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിനൊക്കെ ഇങ്ങനെ അറിവ് എവിടുന്ന് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഡോക്ടറുടെ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറുടെ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും എന്താണ് പറയാ, കാച്ചി കുറുക്കിയ പൊന്നെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നമുക്കൊന്നും കിട്ടാൻ ഇതുവരെയും ഒരു ചാൻസും ഇല്ലാത്ത അത്രയ്ക്ക് ഡോക്ടർ എത്ര ഡീപ്പായിട്ടാണ് ഇത് പോയിരിക്കുന്നത്. പിന്നെ അത് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ നമ്മളെ മെഡിസിൻ എത്താൻ വേണ്ടിയുള്ള സിംറ്റംസ് കിട്ടിയതാണോ അതോ ചിലതൊക്കെ നമുക്ക് ഏത് കേസിലും കൊടുക്കാൻ പറ്റുന്നതാണോ? ഇതൊക്കെയാണ് എന്റെ സംശയങ്ങൾ. അത് ഡോക്ടർ അടുത്ത ക്ലാസ്സിൽ ഇനി എടുക്കുമ്പോൾ പറഞ്ഞു തന്നാലും മതി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്രദമായ ക്ലാസ് തന്നെയാണ്. ശരിക്കും നമുക്ക് ആ സ്കാൻ റിപ്പോർട്ട് നോക്കി തന്നെ ചില കേസുകൾക്ക് ഇന്ന മെഡിസിൻ കൊടുക്കാം എന്നൊക്കെ ഉള്ള അറിവെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ് ശരിക്കും. അത്രയും ഡീപ്പായിട്ട് ഭയങ്കര നോളജാണ് മാഡത്തിന്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഓക്കെ ഷീല ഡോക്ടറെ, സന്തോഷം. അടുത്ത ശങ്കരനാരായണൻ ഡോക്ടർ. എനിക്ക് പേര് തെറ്റിപ്പോയതാണ്, സുരേഷ് ഡോക്ടർ അല്ല. സംസാരിക്കാം ഡോക്ടർക്ക്. സംസാരിച്ചോളൂ ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഹലോ, കേക്കാമോ? കേക്കാം കേക്കാം. സുജാത എന്റെ ക്ലാസ്മേറ്റ് ആണ്. അത് ശരി. അടിയാർ കോളേജിലെ 83 ബാച്ചിലെ. ഞങ്ങളും ധാരാളം ഇത് ഇങ്ങനത്തെ കേസുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. അതൊന്ന് ഒരു ദിവസം സുജാതയോട് സംസാരിക്കുകയുണ്ടായി. ഞങ്ങള് എവിടെയോ വെച്ച്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് മീറ്റിൽ വെച്ച് കഴിഞ്ഞ വർഷം. അതെ അതെ, ഓർക്കണില്ലേ? ഓർക്കണ്ട്. അത് പറവൂര് വെച്ച്. പറവൂര് വെച്ച്. സുഹൃത്തിന് ക്ലാസ് ഇഷ്ടപ്പെട്ടു, ക്ലാസ്മേറ്റ് അല്ലേ? ഞങ്ങൾ ഇങ്ങനത്തെ കേസുകൾ കൈകാര്യം ചെയ്യാറുണ്ട്. കേസുകളിലൊക്കെ റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. അന്ന് സംസാരിക്കണ്ടായിരുന്നു സുജാതയോട്. ഓക്കെ, സന്തോഷം ഡോക്ടറെ. അടുത്തത് പ്രശോഭനൻ ഡോക്ടർ സംസാരിക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാം ഡോക്ടറെ. പ്രശോഭനൻ ഡോക്ടർ സംസാരിക്കുന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മറിയാമ്മ ഡോക്ടറിലേക്ക് പോവാം. മറിയാമ്മ ഡോക്ടറെ സംശയം കാണും. മറിയാമ്മ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? മറിയാമ്മ ഡോക്ടർ ഇല്ലേ? മാഡം, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ അക്യൂട്ട് ഡിസ്മെനോറിയക്ക് വൈബർണവും സാന്തോസൈലവും ആണോ മിക്കവാറും കൊടുക്കാറ്, അതോ വേറെ വല്ലതും കൂടെ ഉണ്ടോ മാം? വൈബർണം സാന്തോസൈലം ഞാൻ തൽക്കാലം പറഞ്ഞു ഡിസ്മെനോറിയയിലേക്ക്. ഇതിൽ പോയി അതെ. കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് മെഡിസിൻസ്, മറ്റേ ചാമോമില്ല, സെൻസിറ്റീവ് പേഴ്സണാലിറ്റി, പൾസറ്റിൽ തന്നെ കൊടുക്കാറുണ്ട്. അക്കോർഡിംഗ് ടു ദി നമുക്ക് മെൻസ്ട്രുവേഷന്റെ നമ്മൾ ഡിസ്ചാർജിന്റെ കൊടുക്കുമ്പോൾ പ്രത്യേകത അഡ്മിനിസ്റ്റർ ചെയ്യുമ്പം അത് സാധാരണ കൊടുക്കുമ്പം ആ അക്യൂട്ട് ഫേസിൽ കൊടുക്കാതെ പീരീഡ്സ് കഴിഞ്ഞ അതിന്റെ ഓവുലേഷൻ ടൈം തൊട്ടേ കഴിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്നതാണോ നല്ലത്? ചില കേസിൽ അങ്ങനെ കൊടുക്കാറുണ്ട്. പക്ഷെ അക്യൂട്ട് ഫേസിൽ നമുക്ക് പെയിൻ റെമഡി മാത്രം കൊടുക്കാറുള്ളൂ. അപ്പൊ അതിനകത്ത് കെമോമില്ലയൊക്കെ ഹൈപ്പോട്ടൻസി ആണോ കൊടുക്കാറ്? ഹൈപ്പോട്ടൻസി കൊടുക്കാറുള്ളേ. പിന്നെ സിങ്കം വലേറിയാനും നല്ല റിസൾട്ടാ. സിങ്കം വലേറിയാനും ന്യൂറാൾജിക് ഡിസ്മെനോറിയ, പിന്നെ അതുപോലെ തന്നെ സ്പാസ്മോഡിക്കിനും സിങ്കം വലേറിയാനും നല്ലതാണോ? വളരെ നല്ല റെമഡിയോ, വളരെ നല്ല റെമഡി. അത് ഹയർ പൊട്ടൻസി ചിലപ്പോ അവൈലബിൾ ആവുന്നില്ല, അതാണ് പ്രശ്നം. നമ്മള് ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ 10ml ഒരു സിംഗിൾ ഡോസ് എടുത്തിട്ട് നമ്മള് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഡിവൈഡഡ് ഡോസ് ആയിട്ട് പലവട്ടം കഴിക്കാൻ പറയാം. ഒരു
10 മിനിറ്റ്സ് ഇന്റർവെല്ലിലൊക്കെ ഒരു 3-4 പ്രാവശ്യം കഴിക്കുമ്പോഴേക്കും പെയിൻ കുറയും. ഓക്കെ. അത് അക്യൂട്ട് ഫേസിൽ മാത്രം. പിന്നെ നമ്മൾ അക്കോർഡിംഗ് ടു ദ കേസ് നമുക്ക് ഫോളോ അപ്പ് എടുത്ത് പോവാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് കൊടുക്കാം അല്ലേ? ഹൈപ്പോട്ടൻസി. ഡ്രഗ്സ് കൊടുക്കാം. അതെ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഷീല ഡോക്ടറെ, അപ്പൊ നമ്മുടെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഡോക്ടർ ബിനോയ് ഡോക്ടർ ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ബിനോയ് ഡോക്ടറെ? ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും ഡോക്ടർക്കുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നതിന് ബിനോയ് ഡോക്ടറെ ക്ഷണിക്കും. ബിനോയ് ഡോക്ടർ ഇല്ലേ? ഡോക്ടർ ഉണ്ടല്ലോ ബിനോയ് ഡോക്ടറെ. ബിനോയ് ഡോക്ടർ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ചിലപ്പോൾ ഡ്രൈവിംഗിലോ വല്ലതും ആയിരിക്കും. ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഷീല ഡോക്ടറെ തന്നെ വിളിക്കാം. ഷീല ഡോക്ടറെ, നമ്മുടെ സുജാത ഡോക്ടർക്കുള്ള നന്ദി കൂടി രേഖപ്പെടുത്തി നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഷൈല ഡോക്ടറെ. ഇത്രയും നല്ലൊരു ക്ലാസ്സും ഇത്രയും നല്ല അറിവും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന ഡോക്ടർ സുജാത മാമിന് എന്റെയും IFPHന്റെ പേരിലും വളരെയധികം സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞങ്ങൾ വീണ്ടും അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അടുത്ത ആഴ്ചയിൽ മാഡത്തിന്റെ. അപ്പം വീണ്ടും കേസുകളും ഒക്കെ ആയിട്ട് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇവിടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും, വിദ്യാർത്ഥികൾക്കായാലും ഡോക്ടേഴ്സിനായാലും എല്ലാവർക്കും എന്റെയും IFPHന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ എല്ലാവരും ഉണ്ടാവണം. മാഡത്തിന്റെ ക്ലാസ് ഇതുപോലൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും വന്ന് ഞങ്ങൾക്ക് കുറെ ഇടയ്ക്ക് നല്ല അറിവുകൾ വീണ്ടും തരണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷൈല ഡോക്ടറെ. ഓക്കെ ഷീല ഡോക്ടറെ, ഷീല ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നല്ല ക്ലാസ് എടുത്ത സുജാത ഡോക്ടർക്ക് എല്ലാവിധ IFPHന്റെ പേരിലുള്ള എല്ലാവിധ ഭാവുകങ്ങളും അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മലയാളം വിഭാഗം പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുവാൻ സമയമായി. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.